ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരാനപ്പാപ്പനാണ്. മനോജ് അയ്യപ്പൻ. അയ്യപ്പൻ എന്നുള്ള ആനയുടെ പേരല്ലോ അല്ലേ? അല്ലല്ല, അതെൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പോൾ മനോജ് ആനയുടെയും മനോജിൻ്റെയും ഒക്കെ കഥകളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങ് തുടങ്ങാം. ആയിക്കോട്ടെ. ഇത് എത്ര കൊല്ലമായി ആനയുടെ കൂടെ ജീവിതം? ഞാനൊരു 37-38 വർഷമായിട്ടുണ്ട് സാറേ. ആണോ? 38 വർഷമായിട്ട്. ഈ ആന ജീവിതം എങ്ങനെയുണ്ട്? ആന ജീവിതം നല്ലതല്ലേ സാറേ? ആണോ? നല്ലതാണ്. ഈ പണ്ടേ ആനയോടുള്ള ഭ്രമം കൊണ്ട് ആനക്കാരനായതാണോ അതോ? ഭ്രമം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ഭ്രമം കൊണ്ടാണെന്ന് തന്നെ പറയാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു കുലത്തൊഴിലാണ് സാറേ ഇത്. കുലത്തൊഴിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മാവന്മാർ 2 പേര് ആനപ്പാപ്പന്മാരാണ്. അങ്ങനെ ഒരു കണക്ക് ഞങ്ങൾ പാരമ്പര്യമായിട്ട് ഒരാന കുടുംബമാണ്. അമ്മാവന്മാർ ആനക്കാരാണ്. എൻ്റെ അച്ഛൻ ഇപ്പൊ ആനപ്പാപ്പാനാണോന്ന് ചോദിച്ചാൽ ആനപ്പാപ്പനല്ല, പക്ഷെ നല്ലൊരു വക്ക കെട്ടുകാരനാണ്. ശരി. ഇന്നിപ്പോ വക്ക എന്ന് പറഞ്ഞു, ഇന്നിപ്പോ ആർക്കെ അറിയാന്നല്ലോ, ഈ തടി വലിക്കുന്ന ആന കടിച്ചു വലിക്കുന്ന സാധനമാണ് വക്ക എന്ന് പറയുന്നത്. ഇന്നിപ്പോ അതിന് വലിയ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇന്ന് അതിന് ആവശ്യമില്ല എന്നല്ല. ഇന്നിപ്പം വക്ക ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും പ്ലാസ്റ്റിക് മേടിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് കൂപ്പിലൊക്കെ പണിയുന്ന കാലത്ത് മൊരുത്തോൻ എന്ന് പറഞ്ഞൊരു മരമുണ്ട്. ആ മരത്തിന്റെ തൊലി തല്ലി എടുത്ത് അത് ചതച്ചുണക്കി അതിനെ നമ്മള് കയറ് കണക്ക് പിരിച്ച് 3 ഇതുണ്ടാക്കി അതിന് കൊല്ലിത്തല ഉണ്ടാക്കി അതുകൊണ്ട് നമ്മൾ വളച്ച് കെട്ടുകയാണ്. അന്ന് അങ്ങനെയാണ് വക്ക ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മള് അത് കൂപ്പുകളിലാണ്. കൂപ്പിലെ മുരുത്തം കിട്ടുള്ളൂ, കൂപ്പിലേ കിട്ടുള്ളൂ, നാട്ടിൽ കിട്ടില്ല. നാട്ടിൽ വരുമ്പം നമ്മള് കൊടപ്പന, അതിന്റെ കൈ നല്ല നീളമുള്ള കൊടപ്പന തണ്ട് നോക്കി വെട്ടി അത് നമ്മൾ തല്ലി ചതച്ച് നാരാക്കി അതുകൊണ്ട് പിരിച്ച് വക്ക ഉണ്ടാക്കും. അങ്ങനെ നല്ലൊരു വക്ക. അതായത് ഈ ആനകളും ആനയുടെ അനുബന്ധമായിട്ടുള്ള പണിയൊക്കെ കണ്ടു തന്നെയാണ് വളർന്നത്. ചെറുപ്പം മുതൽ ആ ഒരു മേഖലയായിരുന്നല്ലോ, ചെറുപ്പം മുതല്. അപ്പൊ ഈ എത്ര പ്രായത്തിൽ ഈ ആനയുടെ കൂടെ കൂടി? ഞാൻ 4ാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളൂ. 5ാം ക്ലാസ്സിലേക്ക് അതിന് ചെറുപ്പം മുതൽ പിന്നെ ഇതിന്റെ കൂട്ടത്തിലായിരുന്നു. പിന്നെ അമ്മാവന്മാരും അച്ഛനും ഒക്കെ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് അതിനൊരു എതിരഭിപ്രായം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല. അപ്പൊ ഈ 4ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ആനയുടെ കൂടെ കൂടി? അത് എൻ്റെ കൂട്ടത്തിൽ അങ്ങ് കൂടി വെച്ചു. അമ്മാവന്റെ കൂടെയാണോ കൂടിയത്? അമ്മാവന്റെ കൂട്ടത്തിൽ കൂടി കഴിയുമ്പോൾ അമ്മാവൻ പറഞ്ഞു, നീ എൻ്റെ കൂടെ നിൽക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് പണിയില് അമ്മാവൻ മരുമകൻ ബന്ധം പാടില്ലല്ലോ. കാരണം അത് ശിക്ഷ മേടിക്കേണ്ടതിന് ശിക്ഷ മേടിച്ചും, ശാസനം മേടിക്കേണ്ടതെന്ന് ശാസനം മേടിച്ചും, ചെവിയെ പിടിക്കേണ്ടതിന് ചെവിയെ പിടിച്ചും പഠിപ്പിക്കേണ്ട ഒരു മേഖലയാണ് ഇത്. അപ്പൊ ആദ്യം ആരുടെ കൂടെയാ പോയത്? ഈ അസിസ്റ്റന്റ് ആയിട്ട് കുറെ നാൾ നിൽക്കണം? അസിസ്റ്റന്റ് ആയിട്ടെന്നല്ല, അസിസ്റ്റന്റ് ആയിട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഒരു 10-12 വയസ്സുള്ള ഒരു പയ്യൻ എന്താ അസിസ്റ്റന്റ് ആവാനുള്ള ഒരു ഇതില്ലല്ലോ. കാരണം ഇത് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഠിനമായ പണി തന്നെയാണല്ലോ. അപ്പൊ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശാനൊക്കെ ആന കൊണ്ട് പണിയുന്നിടത്തേക്ക് ചായ, ചോറ്, അതൊക്കെ അരിവെപ്പുകാർ നമുക്ക് വെച്ച് ഷെഡിൽ തരും. അതിപ്പോൾ പണിയുന്ന സ്ഥലത്ത് നമ്മൾ കൊണ്ടു കൊടുക്കണം. അപ്പം ഈ ചായയും രാവിലെ അവർ പണിക്ക് കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴത്തേനും ഉള്ള കഴിക്കാനുള്ള ഫുഡുമായിട്ട് അത് കയറിപ്പോവും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേനും ചോറാവും. അപ്പോൾ ചോറുമായിട്ട് ആന ഉച്ച നിർത്തി കഴിയുമ്പോൾ അവർക്കുള്ള ഭക്ഷണമായിട്ട് പോവും. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ചില സ്ഥലത്തൊക്കെ നമ്മൾ ദൂരെ പണിയുന്നെങ്കിൽ ഒരു 2 മണി വരെയൊക്കെ പണിതിട്ട് ആനയും കൊണ്ട് ഇറങ്ങിപ്പോയി. കൂപ്പിലാണോ കൂടുതൽ പണി? കൂപ്പില്. അന്ന് പിന്നെ ചിലയിടത്ത് ഈ കൂപ്പിലൊക്കെ ആണെങ്കിൽ മോൾ ഭാഗത്ത് വെള്ളം കുറവായിരിക്കും. അപ്പോൾ വെള്ളം കുറവാണെങ്കിൽ വെള്ളം കൊടുത്ത് കയറി പോയിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു 1:30-2 മണി വരെ പണിതിട്ട് ഇറങ്ങി ആനയും കൊണ്ട് പോരും. ഇല്ലെങ്കിൽ പിന്നെ വൈകുന്നേരത്തെ ഒരു 4-3 മണിയാകുമ്പോൾ കുടിക്കാനുള്ള ചായയും കൊണ്ടും നമ്മൾ കയറി പോകണം. അപ്പം അങ്ങനെ അതിൻ്റെ കൂടുതൽ നമ്മൾ ചെല്ലുമ്പം വക്ക കെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വക്ക കെട്ടുകാരൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ സഹായിച്ചു കൊടുക്കുക, കൂടെ നോക്കി കണ്ടും പഠിച്ചും കൂടെ സഹായിച്ചു. അപ്പൊ ഒരു ചെങ്ങല ഇടുമ്പം പുള്ളി പറയുക, ആ ചെങ്ങലയും വലിച്ചേ. മരത്തിന്റെ അടിയിൽ കൂടെ ആയിരിക്കും ചെങ്ങല ഇടുന്നത്. പണ്ടൊക്കെ പേണാത്തുള ഉണ്ടായിരുന്നു മരങ്ങൾക്ക്, ഇന്നത്തെ പോലെ അല്ല. മുമ്പിലൊരു തുള ഉണ്ടായിരുന്നു. അത് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അപ്പൊ വക്കാന്ന് പറഞ്ഞാൽ വക്കാന്ന് പറഞ്ഞാൽ ആന കടിച്ചു പിടിക്കുന്ന കയറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുഴുത്ത വക്കയൊക്കെ ആണെങ്കിൽ ഒരാൾ എടുത്ത പൊക്കി മരത്തിന്റെ മുകളിലേക്ക് വെക്കാന്ന് പറഞ്ഞാൽ പ്രയാസമായി. വക്കിയും ചെങ്ങലയുടെയും കൂടെ വെയിറ്റ് വരുമ്പോൾ അപ്പൊ അതെടുത്ത് വെച്ചാൽ ഈ മരത്തിന്റെ പൊത്തിനകത്തോട്ടിടുന്ന ചങ്ങലയല്ലേ? ചങ്ങലയും കൂടെ വരുമ്പോഴത്തേനും നല്ല വെയിറ്റാ. അപ്പൊ അത് പൊക്കി തടിയുടെ മുകളിൽ വെക്കുമ്പോൾ ചിലപ്പോൾ ആ തടിയെന്ന് മറിഞ്ഞു അതേ വക്കെന്ന് പിടിച്ചിടാന്ന് പറയും. അപ്പൊ അങ്ങനെ നമ്മള് ഒരു കാലഘട്ടങ്ങളിലായിട്ട് കൂലി വല്ലതും കിട്ടുമായിരുന്നോ? അന്നൊന്നും കൂലിയൊന്നും ഇല്ലെന്നേ. അന്ന് ഭക്ഷണം വയറ് നിറച്ച്
കഴിക്കുക. അതേപോലെ വൈകുന്നേരം 2 സ്മോളൊക്കെ തരുമോ? ഇഷ്ടംമാതിരി. അതാണ് അതായിരുന്നു ആകർഷണം. അല്ല, ആകർഷണം സ്മോളിന്റെ ആകർഷണം അല്ല സാർ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, യാനയും പാപ്പാനും ഉണ്ടെങ്കിൽ അവിടെ സ്മോൾ ഉണ്ടെന്നുള്ളതാണല്ലോ. അല്ല, അന്നൊക്കെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. സ്മോളെന്ന് പറഞ്ഞാൽ അന്നൊക്കെ കൂപ്പാകുമ്പോഴേ ആനയും പാപ്പാനും മാത്രമല്ല, ഒരാനകളായിരിക്കില്ലല്ലോ. അതെ അതെ അതെ. ഒരു കൂപ്പിൽ തന്നെ നമ്മുടെ ഇതിൽ 3 ആന പണിയുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 5 ആനയായിരിക്കും. അങ്ങനെ ആനകൾ പണിതുകൊണ്ടിരിക്കുക. തന്നെയല്ല ഈ കൂപ്പിൽ 3 ആനക്കാരും ഉള്ളൂ നമ്മൾ കണക്ക് കൂട്ടരുത്. അതിനകത്ത് മസ്റ്റൂൾ പണിക്കാറുണ്ട്, ഓ അത് ശരി. തടി വെട്ടുകാരുണ്ട്. മസ്റ്റൂൾ പണി എന്ന് പറഞ്ഞ കൂപ്പില് ഈ വണ്ടി വരാനുള്ള വഴികൾ ഒരുക്കുക, റോഡ് ഒരുക്കുക, അതുപോലെ തടി വലിച്ചു വയ്ക്കാനുള്ള അട്ടിക്കളം ഒരുക്കുക. നമ്മള് ലാട്ടി ചെയ്യണല്ലോ തടി വലിച്ച്, അതിന് അട്ടിക്കളം ഒരുക്കുക. ആ കൂപ്പിൽ നടക്കുന്ന പണി എന്താ? ഈ മരമൊക്കെ വെട്ടിക്കളയാൻ നിശ്ചയിക്കുന്ന മരമാണോ ഈ തരുന്നത്? അതായത് സപ്ലൈ കൂപ്പ് എന്ന് പറഞ്ഞാൽ ലേലം ചെയ്യുക, മരം ലേലം ചെയ്യുക. മരം ലേലം ചെയ്ത് കഴിയുമ്പോൾ ലേലത്തിന് ഇത് പിടിക്കും. തേക്കൊക്കെ ആണെങ്കിൽ ഫോറസ്റ്റ് റീപ്ലാന്റ് ചെയ്യും. ഓക്കെ. രണ്ടാമത് പിന്നെ വലിയ മരങ്ങൾ വെട്ടിക്കൊടുക്കുന്നിടത്തും ഡിപ്പാർട്ട്മെന്റ് റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിറച്ച് കാട്ടാനേ അവിടെ കൂപ്പിൽ. നമ്മളിവിടുന്ന് അക്കരയ്ക്ക് കയറാൻ വഴിയില്ല. അപ്പൊ ഞങ്ങള് ആലാട്ടുകാരെ ചെന്നേച്ച് പാണൻകുഴി ചെന്നേച്ച് പെരിയാർ അക്കരയ്ക്ക് ആനയും കൊണ്ട് നീന്തുക. ഓ ശരി. പെരിയാർ ആന നീന്താൻ പറ്റുമോ? അതോ വെള്ളത്തിൽ അടി കാല് നീന്തും? ആന നീന്തി പോകും. ആന ചവിട്ടി കുതിച്ചങ്ങ് പോകും. അല്ല, ഞാൻ ചോദിക്കുന്നത് അടിയിൽ കാലും കുത്തുന്നുണ്ടോന്നാ ചോദ്യം. കുത്തിപ്പോവും. അല്ലെങ്കിൽ ആന മുങ്ങിച്ചെന്ന് കുത്തിയിട്ട് ആന പൊങ്ങി കുതിക്കും. അപ്പൊ ഈ നിങ്ങൾ ആനയുടെ പുറത്തിരിക്കും. അപ്പൊ ഈ മുങ്ങുമ്പോ നിങ്ങൾ മുങ്ങിയല്ലേ? കുറച്ച് മുങ്ങിപ്പോവും. അതൊക്കെ ഒരു നേരം പോക്കല്ലേ സാർ. അങ്ങനെ ആ കൂപ്പ് കംപ്ലീറ്റും ഞാനാ പണിത്. അതിൻ്റെയൊക്കെ ഇപ്പം റീപ്ലാന്റ് ചെയ്തു. ശരി. കംപ്ലീറ്റും ഇപ്പൊ അങ്ങനെ കൂപ്പ് വെട്ടലധികം ഇല്ല. കൂപ്പില്ല, കൂപ്പില്ല. കംപ്ലീറ്റും ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ ലേലം ചെയ്യുന്നില്ല. കൂപ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ലേലം ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ ഒരു കാലം ഇതിന്റെ ഈ കൂപ്പ് പണിയുടെ ആയിരുന്നു അല്ലേ? പിന്നെ കൂപ്പ് പണി എന്ന് പറഞ്ഞത് ഒരു ഉത്സവമായിരുന്നു ശരിക്കും എന്ന് പറഞ്ഞാല്. ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എൻ്റെ കോളേജ് ജീവിതമായിരുന്നു. എന്തെല്ലാം ജീവിതമാണ് പഠിക്കുന്നത്. ജീവിതങ്ങള്, കോളേജ് ജീവിതം എന്ന് പറയാം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെയൊക്കെ ഒരു ബാല്യകാലങ്ങൾ നമ്മൾ സന്തോഷിക്കുന്നത് സ്കൂൾ ജീവിതം. ആ ഓർമ്മയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഒരു സന്തോഷം. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങൾ ഒരുപാടുള്ള ഈ കൂപ്പിൽ പോയിട്ട് ഒന്നിച്ച് ഷെഡ് കെട്ടി താമസിക്കുക, ഭക്ഷണം പാകം ചെയ്യുക, അതേപോലെ എന്തെങ്കിലും കാട്ടാനകളും വേട്ടയാടുക, ഓടിക്കുക. ഇച്ചിരി ഇറച്ചിയൊക്കെ പിടിക്കുകയല്ലേ? ഇറച്ചിയൊക്കെ പിടിക്കുകയല്ലേന്ന് ചോദിച്ചാ പഴയ കാര്യമല്ലേ? ഇനി പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. അല്ല, ചിലപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എവിടുന്നാണ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനും 2 ഇതാണല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല. അല്ല, വിശ്വസിക്കാൻ പാടില്ലെന്നല്ല സാറേ. എൻ്റെ അകത്ത് 2 ഇതുണ്ടല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു തെളിവും വേണ്ട. അവർക്ക് ഒരാളുടെ പേരിൽ കുറ്റാരോപിക്കാം. കുറ്റം ആരോപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 50 കൊല്ലം മുമ്പുള്ള കുറ്റം ഇപ്പൊ എൻ്റെ സാറിന്റെ പേരിൽ ആരോപിച്ചാലും ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം. അതാണ് ഫോറസ്റ്റ് ആക്ടും PC ആക്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ പഠിച്ചു അല്ലേ? ഇതൊക്കെ കോളേജ് വിദ്യാഭ്യാസം. ഒരു പോലീസ് നമ്മുടെ പേർക്ക് ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ നമ്മളെ കുറ്റം ചെയ്തു എന്ന് പോലീസ് തെളിയിക്കണം. ഫോറസ്റ്റ് ഒരു കേസ് നമ്മുടെ പേർക്ക് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം. ഞാനും ഇപ്പം പഠിച്ചോണ്ടിരിക്കുക. എൻ്റെ അകത്തുള്ളൊരു മനോജിന്റെ അടുത്ത് നിന്ന് ഈ പറഞ്ഞ നിയമങ്ങള്, ടെക്നോളജി. അല്ല, അത് അതാണ് ഈ ഫോറസ്റ്റ് ആക്ടും ഫോറസ്റ്റിന്. അന്ന് ഈ വനത്തിനകത്തൂടെ ഇങ്ങനെ മേഞ്ഞു നടക്കുമ്പോൾ ഈ നിയമമൊക്കെ അറിയാമായിരുന്നോ? അല്ല, അന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പോയി. ധൈര്യമായിട്ട്. അല്ല, അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കും കാര്യങ്ങളാകുമ്പോൾ ഇപ്പൊ കൂപ്പ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ലേലം ചെയ്ത് കൊടുത്താലും അത് ഡിപ്പാർട്ട്മെന്റിന്റെ അനീതിയിലാണ് നടക്കുന്നത്. അപ്പൊ ഏകദേശം എത്ര വർഷത്തോളം ഇതിന്റെ ഈ അസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് കൂടി? ഞാൻ 6 വർഷക്കാലം അങ്ങനെ ആണല്ലേ? അപ്പൊ ഒരു 10-20 വയസ്സ് വരെ ഏതാണ്ട് ഇങ്ങനെ ആയിരുന്നു. എൻ്റെ ഒരു ഇതായിരുന്നു അല്ലേ? ആനയുടെ ചിട്ടകള്, അതിന്റെ ഒരുവിധം കാര്യങ്ങളും എല്ലാം ഗുരുവിൽ. ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ. ശാസ്ത്രങ്ങൾ ഒരുപാടുണ്ടല്ലോ. ആനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചാൽ തീരാത്ത ശാസ്ത്ര. നമ്മള് മലയാളം കൊണ്ട് എഴുതിയാൽ തീരുമോ? അല്ലെങ്കിൽ ഒരു ഭാഷ കൊണ്ട് നമ്മൾ എഴുതിയാൽ തീരില്ല. ഒരേ വാക്കുകൾ ഉണ്ടാകുമ്പോൾ 100 അക്ഷരം ഉണ്ടെങ്കിൽ ആ 100 അക്ഷരത്തിൽ നിന്ന് നമ്മൾ 100 വാക്കുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാണൊക്കെ. ആനപ്പണി ഒരിക്കലും പഠിച്ചാൽ തീരില്ലാത്തൊരു ഘടകമാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമാണോ? ആനയ്ക്ക് നമ്മുടെ കൂടെ ജീവിക്കുന്നത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിനോട് കൃത്യമായിട്ട് ചോദിച്ചാൽ അത് ഇഷ്ടമല്ല എന്നേ പറയൂ. പിന്നെ നിവൃത്തി ഇല്ലാതുകൊണ്ട് നമ്മുടെ സൗകര്യത്തിന് ഇഷ്ടപ്പെട്ടത് ജീവിക്കും. തല്ല് പേടിച്ചിട്ടാണോ? തല്ല് പേടിച്ചിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതിൻ്റെ അകത്തൊരു ശിക്ഷണമുണ്ട്. ഇല്ലാന്ന് ശിക്ഷണത്തിൻ്റെ ഒരു ഭയമുണ്ട്. പക്ഷേ പൂർണ്ണ കാരണം വെച്ചാൽ ആന
നമ്മൾ മനുഷ്യരെ പോലെ തന്നെ സമൂഹ ജീവികളാണ്. ആനകളുടെ ഒരു സമൂഹം, ആനകളുടെ ഒരു സമൂഹമുണ്ട്. നമ്മൾ മനുഷ്യ കുടുംബമായിട്ടാണല്ലോ, നമ്മൾ കുടുംബമാണ് എന്ന് പറയുന്നത്. ആനകൾക്കും ഒരു കുടുംബമുണ്ട്. അത് വനത്തിൽ അതങ്ങനെ കുടുംബമായിട്ട് തന്നെ അതുങ്ങൾ വസിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് അതുങ്ങളെ നമ്മൾ ഒറ്റപ്പെടുത്തി വാരിക്കുഴികൾ കുഴിച്ചും, പണ്ട് വാരിക്കുഴിയായിരുന്നു, ഇന്നിപ്പോൾ പല ടെക്നോളജികളായി, മയക്കുവെടിയും കാര്യങ്ങളൊക്കെ ആയി, പിടിച്ച് നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ഇഷ്ടത്തിന് അതുങ്ങളെ ഒറ്റയ്ക്ക് പന്തിയിൽ ഇല്ലെ കൂട്ടിലിട്ട് ശിക്ഷിച്ചും, അത്യാവശ്യം വേണമെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ 2 ദിവസമൊക്കെ പട്ടിണിക്ക് കിട്ടും. 4 നേരവും 5 നേരവും വെള്ളം കുടിക്കുന്ന ആനകൾക്ക് 1 നേരം അത്യാവശ്യം വെള്ളം കൊടുക്കും. കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു രീതിയിലേക്ക് അങ്ങനെ പല ആവർത്തി വരുമ്പോൾ ഇവനെ ആശ്രയിച്ചാലാണ് എനിക്ക് ഭക്ഷണവും വെള്ളവും കാര്യങ്ങളും എല്ലാം കിട്ടുള്ളൂ എന്നുള്ളൊരു തോന്നൽ അതിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുക. അവൻ അത്ര ഓർമ്മയൊക്കെയുള്ള ജീവിയാണോ? അല്ല, അങ്ങനെ നമ്മളായിട്ട് ഇത് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആന ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടിലൊരു ആന ഇട്ടു. ആനയെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഇടത്തെ ആന എന്നൊരു 1000 പ്രാവശ്യം പറയുമ്പോഴായിരിക്കും ആനയൊന്ന് വലത്തോട്ട് പോവായിരിക്കും. അത് വലത്ത്, അത് വലത്ത്. അങ്ങനെ നമ്മൾ ഇങ്ങനെ റീതർജമി ചെയ്ത് അപ്പം ഇപ്പുറത്ത് നമ്മളൊരു ആനയ്ക്ക് ഇഷ്ടമുള്ളൊരു പദാർത്ഥം നീട്ടിയിട്ട് അത് കാണിക്കുമ്പോൾ ആന അത് മേടിക്കാനായിട്ട് അതിടത്ത്. അപ്പം ആ ഭാഗം അങ്ങനെ നമ്മൾ ഇതിനെ പല പ്രാവശ്യം ആവർത്തികൾ കൊണ്ട് കാലങ്ങളുടെ ഒരു പരിശ്രമം കൊണ്ടാണ് ഈ ചിട്ടവട്ടം പഠിപ്പിച്ചെടുക്കുന്നത്. പിന്നെ നല്ല ക്ഷമ വേണം, അപാരമായ ക്ഷമ വേണം അല്ലേ? അപാരമായ ക്ഷമ വേണം. കാരണം ഇത് കാട്ടാനേയുള്ളൂ, നമുക്ക് നേരിട്ടൊന്നും കയറി ചെയ്യാനും പറ്റുമല്ലോ. അത് കഴിഞ്ഞ് അതിനെ മറ്റുള്ള താപ്പാനകളുടെയൊക്കെ ഒരു ഇതോടുകൂടി നമ്മൾ കൂട്ടിൽ നിന്നും പന്തിയിൽ നിന്നൊക്കെ പതുക്കെ ഇറക്കി ആനകളുടേതായ സംരക്ഷണത്തോടു കൂടി നമ്മളതിനെ ഫോറസ്റ്റിൻ്റെ അകത്തോടെയൊക്കെ നടത്തിച്ചും പിടിച്ചു. അങ്ങനെ ഒരു കുറച്ച് കാലഘട്ടം നടന്നു കഴിയുമ്പോഴത്തേനും പിന്നെ ഈ വടവും കയറൊക്കെ ഒഴിവാക്കിയിട്ട് ഈ എഴുവേങ്ങലിട്ട് അപ്പുറം ഇപ്പുറം ആന നിന്ന് അങ്ങനെ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടുപോകുമ്പോൾ മറ്റേ ആനകളെ കിടത്തും, ആ കൂട്ടത്തിൽ ഇതിനെയും കിടത്തും. അങ്ങനെയൊക്കെ ഒരു പരിശീലനം കൊണ്ടാണ് ഇതിനെ ഇതാകുന്നത്. നമ്മളിതിന് ട്രെയിനിങ് എങ്ങനെ കൊടുക്കുന്നു ആ രീതിക്കാണ് ആനകളെ നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുന്നത്. ഈ 18 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഒരു ആനയുടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു 2ാം പാപ്പാനും 3ാം പാപ്പാനൊക്കെ ആയിട്ട് കയറിയോ? എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ ഗുരുനാഥന്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്ന കണക്ക്. ആരായിരുന്നു ഗുരുനാഥൻ? ഗുരുനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തൊഴിൽ പഠിപ്പിച്ചത് ശങ്കരൻകുട്ടി എന്ന് പറയും. പുള്ളി പലവൂരുകാരനാണ്. ഈ നാട്ടുകാരനാണ്. പുള്ളിയുടെ അനിയന്മാരൊക്കെ ആനക്കാരാണ്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്. ആശാൻ മരിച്ചുപോയി. മരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നാണ് മരിക്കണത്. മരിക്കുന്നതിനൊരു 4 ദിവസം മുമ്പ് അന്ന് ഞാൻ കോങ്ങാടായിരുന്നു, പാലക്കാട് കോങ്ങാടായിരുന്നു. എന്നെ കാണണമെന്ന് തോന്നി എൻ്റെ അടുത്ത് വന്നു. 4 ദിവസം എൻ്റെ കൂടെ നിന്നു. അങ്ങനെ പുള്ളിക്ക് സുഖമില്ലായിരുന്നു. സുഖമില്ലാത്തൊരു ഇതിലാണ് വരുന്നത്. അങ്ങനെ മരിക്കുന്നതും എൻ്റെ അടുത്ത് വന്നാണ് ആശാൻ മരിക്കുന്നത്. ഈ ആശാന്റെ കൂടെ ഈ പറഞ്ഞ ഈ 6 വർഷത്തോളം ഉണ്ടായിരുന്നത് ഈ ആശാന്റെ കൂടെയാണോ അതോ അതിന് ശേഷമാണോ ആശാന്റെ കൂടെ കൂടിയത്? ആദ്യമായിട്ട് ആനയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒളപ്പണ്ണവണ സുബ്രഹ്മണ്യ ആനയുടെ കൂട്ടത്തിലാണ് ആദ്യമായിട്ട്. അതും കൂപ്പിപ്പണിയുന്ന ആനയായിരുന്നോ? പണി തന്നെയായിരുന്നു. കൂപ്പിലും നാട്ടിലൊക്കെ പണി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ആദ്യം. അത് കഴിഞ്ഞ് പിന്നെ ആശാനുമായിട്ട് അങ്ങോട്ട് കൂടി അങ്ങനെ അങ്ങ് പോയി. അമ്മാവന്മാരുടെ ഞാൻ പറഞ്ഞില്ല, അമ്മാവന്മാർ പക്ഷേ കൂടെ കൂട്ടിയില്ല. അമ്മാവന്മാരുടെ കൂടെ കൂട്ടിയില്ലെന്ന് കണ്ടിട്ട് 2 കാര്യമുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ശിക്ഷിക്കേണ്ടതിന് ശിക്ഷിക്കണം, ശാസിക്കേണ്ടതിന് ശാസിക്കണം. അങ്ങനെയാണിത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്മാവൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടി അമ്മാവൻ എന്നെ ഒരു തല്ലി വെച്ച് തന്നു കഴിഞ്ഞാൽ അമ്മയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഗ്ലയും മംഗളും വഴക്കാവൂലേ? ഇല്ലെങ്കിൽ അച്ഛനോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളിയനും വഴക്കാവൂലേ? ഇപ്പം മകനെ തല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാന്ന് പറഞ്ഞാലും അത് അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഇഷ്ടമാവൂല്ലോ. അപ്പം അത് അമ്മാവന്മാർക്ക് അറിയാമായിരുന്നു. അതിൻ്റെ പേരിൽ അമ്മാവന്മാർ കൂടെ കൂട്ടിയില്ല. എന്നാൽ നമ്മൾ തൊഴിലിൽ മോശമാവുകയും ചെയ്യരുത്. അമ്മാവന്മാർ നല്ല പേരും പെരുമയും പ്രശസ്തിയുള്ള ആനക്കാരാണ്. അപ്പോൾ അവരിൽ ഒരുപടി നമ്മൾ താഴെ പോകരുതല്ലോ. വാസുവിൻ്റെ ഇല്ലെങ്കിൽ രവിയുടെ മരുമകൻ ഇങ്ങനെ ഒരു ആന വന്ന് അഴിക്കാൻ പറ്റിയിട്ട് നോക്കിയിട്ട് നടന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മോശക്കേടാ. ഇപ്പം ഇതിനോടൊക്കെ എത്ര ആനകളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്? ആനകളെ കൈകാര്യം ചെയ്തിട്ട് എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അടുത്ത് എണ്ണം പറയാൻ പറ്റില്ല. അതിന് ഞാൻ ചോദിക്കുന്നത് ഇത് സാധാരണ 1-2 വർഷമൊക്കെ അല്ല, അങ്ങനെയല്ല സാറേ. എൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിടയ്ക്ക് കുഴുത്തോട്ട് ജോയി എന്ന് പറയുന്ന ഒരാളുടെ കൂട്ടത്തിലാണ് നിന്നിട്ടുണ്ട്. അയാൾ ഉടമസ്ഥനായിരുന്നു. അയാൾ ഈരാറ്റുപേട്ട തിടനാടാണ് പുള്ളിയുടെ തറവാട്. പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത് പെരുമ്പാവൂർ കയ്യുത്തിയാലിലാണ്. അപ്പോൾ പുള്ളിക്ക് ആന ബിസിനസ്സായിരുന്നു. ആന ബിസിനസ്സാണ് പുള്ളി. അപ്പം ഒരാന ചെന്ന് നോക്കി ആന മേടിച്ചു, ആന കൊണ്ടുവന്നു. 2 ദിവസം കഴിയുമ്പോൾ ആന ആരെങ്കിലും മേടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആന കൊടുക്കും, അടുത്ത് തന്നെ കൊണ്ടുവരും. ചിലപ്പോൾ ഒരാഴ്ച നിൽക്കും, ചിലപ്പോൾ 1 മാസം നിൽക്കും, ചിലപ്പോൾ 6 മാസം നിൽക്കും, ചിലപ്പോൾ 1 കൊല്ലം നിൽക്കും. അതിനാണ് 1 കൊല്ലത്തേക്കുള്ള ഒരു ആന അവിടെ നിന്നിട്ടില്ല.
അപ്പൊ ഇത് കണ്ടവാറ ആനകൾ കയറി ഇറങ്ങി. അപ്പോൾ ആനകൾ ഇങ്ങനെ കയറി വരും, ആന കഴിക്കും, ആന കഴിച്ചാൽ നമ്മൾ കൊണ്ട് നടക്കുമ്പോഴത്തേനും ആരെങ്കിലും മേടിക്കും, അപ്പോൾ ആന കൊണ്ട് കൊടുക്കും, അടുത്ത നേരത്തിനും മേടിക്കും. അങ്ങനെ പുള്ളിയുടെ കൂട്ടത്തിലൊരു 5-8 വർഷം നിന്നപ്പം ഇത് തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ അതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര എണ്ണ കഴിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, അത് കഴിഞ്ഞുള്ള കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അന്നമ്മനയുടെ ഉമാമഹേശ്വരനാന ഞാൻ 12 വർഷക്കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരി, 12 വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതാ ആന? ഇപ്പം നിലവിൽ ആനയില്ല. ശരി. ആനയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിന് ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷത്തെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ ഈ പ്രഷർ തലച്ചോറിന് കൂടരുതെന്നാണ് ഡോക്ടറുടെ ഒരു പ്രത്യേക നിർദ്ദേശം. ആനയുടെ ജീവിതം മടുത്തിട്ടൊന്നും അല്ലല്ല, അയ്യോ മടുക്കൂല്ല നമുക്ക്. അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ആനയുടെ കൂടെ പോയാൽ എല്ലായിടത്തും വല്ല അപകടമോ കാര്യങ്ങളോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ടാകുമ്പോഴത്തേനും ഈ ഫോണിലും TV-ലും ഒക്കെ ഇതാണല്ലോ വന്നത്. അപ്പോൾ ഇവർക്ക് പ്രഷർ കൂടാൻ വേറെ ഒന്നും വേണ്ട. നമ്മൾ നാട്ടിലും വീട്ടിലും ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാമല്ലോ എന്ന് ഓർത്താണ് ഈ സീസൺ പോകാത്തത്. ഈ ഇത്രയും കാലം കൊണ്ടുവന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആന ഏതാ? എനിക്ക് എല്ലാ ആനയും ഇഷ്ടമാണ് സാറേ. ആണോ? അല്ല, ഈ ചിലർക്ക് സ്വഭാവ വ്യത്യാസമൊക്കെ ഇല്ലേ ആനയ്ക്ക്? അതെന്തോ ആയിക്കോട്ടെ. എനിക്ക് അതായത് നമ്മൾ ഏതൊരു ആനയെ കൊണ്ടു നടന്നാലും ഈ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന കണക്ക് ഒരമ്മയ്ക്ക് ചട്ടനാളിലും പൊട്ടനാളിലും കോങ്ങണ്ണാളിലും മകൻ. അത് ജനറലായിട്ട് നമുക്ക് പറയാമെങ്കിലും ഞാൻ ചോദിക്കുന്നത്, ചില ആനകളോട് ഇച്ചിരി ഇഷ്ടം കൂടുതൽ വരികയല്ലേ, അവനെ നമ്മളോടുള്ള സ്നേഹം ഇങ്ങോട്ട് കാണിക്കുന്നത് ഒക്കെ? ഇല്ല, അങ്ങനെയുള്ളൊരു അത് ആ ഒരു ഇത് തെറ്റാ സാറേ. അത് ചുമ്മാ പറയുന്നതാണ്. ചുമ്മാ അത് പറയുന്നത് തെറ്റാന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആനയുടെ കൂടെ ഒരു ദിവസമേ പണിയെടുത്തോളെങ്കിൽ ആ ഒരു ദിവസത്തെ വരുമാനം കൊണ്ട് ഞാനും എൻ്റെ കുടുംബവും അന്നം കഴിഞ്ഞു വരാം. അപ്പം ആന നമുക്ക് ഇഷ്ടക്കുറവ് പറയാൻ പറ്റൂ? അല്ല, അതൊരു കാര്യം. പക്ഷേ ചില ആനകളുടെ സ്വഭാവം നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുമല്ലോ, അവരുടെ ചില പെരുമാറ്റങ്ങൾ, അവരുടെ മര്യാദ. ആ ഒരു ഇതിൽ പറഞ്ഞപ്പം എൻ്റെ ഉമാമഹേശ്വരനാന എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ആനയാണ്. ഞാൻ കൊണ്ടുവരുന്ന എൻ്റെ ചന്ദ്രുവാന എവിടെ എത്തുകാരനാ? മാറാടി ചന്ദ്രു എന്ന് പറയുമായിരുന്നു. ഇപ്പൊ നമ്മുടെ അയിനിക്കുളങ്ങര മഹാദേവൻ എന്നും പറഞ്ഞ തൃശ്ശൂരുള്ളൊരു ആന. അതിനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. കാരണം കുളിപ്പീരും കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, പുള്ളി വന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളാണ് ശർക്കര കൊടുക്കലും ചോറ്. ഞാനെല്ലാ ഓണത്തിനും വീട്ടിൽ കൊണ്ടുപോകാം. ഓണത്തിന് വീട്ടിൽ കൊണ്ടുപോകായിരുന്നു. അപ്പം ചോറ് വെക്കണ ചോറൊക്കെ കൊടുക്കലൊക്കെ പുള്ളിക്കാരത്തിയായിരുന്നു. അങ്ങനെ വെച്ചേക്കുമ്പോൾ ആനയും അവരുമായിട്ടൊരു പ്രത്യേക നമ്മുടെ കുടുംബമായിട്ട് വരെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പം ഉമാമഹേശ്വരൻ എന്നാ പ്രായമായി? ഉമാമഹേശ്വരൻ ഇപ്പം 53 വയസ്സായിട്ടുണ്ട്. ഇപ്പം 53 വയസ്സായിട്ടുണ്ട്. ചെന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ രണ്ടുപേരും എൻ്റെ അടുത്ത് ചെല്ലുവും, അതിന് പഴം കൊടുക്കുകയും ശർക്കര കൊടുക്കുകയും എന്തുവാണെങ്കിലും ചെയ്യുമായിരുന്നു. ഇതിനകത്ത് ഉടക്കുണ്ടാക്കിയ ആനകളില്ലേ? ഉടക്കുകൾ മിക്കവാറും ആനകളെല്ലാം തന്നെ. അതല്ല, ഈ മതപ്പാടൊക്കെ ഉണ്ടാകുമ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? മതപ്പാടുണ്ടാകുമ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപ്പാട് കാലഘട്ടത്തിൽ ഒരു ആന പ്രശ്നം ഉണ്ടാക്കുന്നവനൊക്കെ നമ്മളതൊരു പ്രശ്നമായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ആനയുടെ മതവും കാലവും സംരക്ഷണം നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. അതാണ് എൻ്റെ അടുത്ത കാര്യം. അപ്പം മതത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ആന എങ്ങനെ ആവും എന്താവും എന്ന് എൻ്റെ ആനക്കാരനും മനസ്സിലാവുമല്ലോ. അപ്പം ആ സമയത്ത് നമ്മൾ ആ രീതിക്ക് വേണം ആനയോട് പെരുമാറാൻ. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് മനസ്സിലാകാതെ പെരുമാറുന്നുണ്ടാകുന്നതാണോ ഈ ഉത്സവപ്പറമ്പിലും ഒക്കെ പോയിട്ട്? ഈ ഉത്സവപ്പറമ്പിൽ ഇതൊക്കെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറേ, ഇന്നത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉടമകൾക്ക് ആനക്കാര് വേണമെന്നോ ഇല്ലെങ്കിൽ ഒരു ആനയ്ക്ക് സ്ഥിരമായിട്ടൊരു പാപ്പാൻ വേണമെന്നോ അവർക്കില്ല. സാറൊന്ന് നോക്കിക്കോളൂ, ഒരു കാലങ്ങളായിട്ടൊരു ആനയുടെ കൂടുതൽ ഒരു പാപ്പാന നിൽക്കുന്നതെങ്കിൽ ആ ആനകൾ വലിയ പ്രശ്നം കാണില്ല. ഇവർ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഒന്ന്, രണ്ടാമതൊരു ആനയുടെ ഒരു ഭാവമാറ്റം കണ്ടു കഴിഞ്ഞാൽ ആ ആനക്കാരനത് മനസ്സിലാവും. അത് ഇന്നതാണ് ആട്ടോ നമ്മുടെ ആന കണക്ക് കൂട്ടണേ എന്ന്. കാരണം ഒരു കാലങ്ങളുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാരന് ചെയ്യാൻ സാധിക്കും. പുതിയതായിട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ ആനയ്ക്കും ഇയാളെ അറിയത്തില്ല, ആനക്കാരനും ഈ ആനയെ അറിയത്തില്ല. അപ്പൊ ആന കാണിക്കുന്ന ഭാവമാറ്റം എന്താണ്, ഇതെന്താന്ന് അവർക്കത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ടാണ് ഒരു പരിധി വരെ ഈ ആനയും നമ്മളും തമ്മിലൊരു ബന്ധക്കുറവ് വരുന്നുണ്ട്. പിന്നെ ഉള്ള ഇപ്പൊക്കെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തെ പോലെ ആനക്കാരും ആനയും തമ്മിൽ ഇന്നൊരു അടുപ്പമില്ല. അതിന്റെ കാര്യം എന്നാ? നമ്മളിപ്പോൾ ഇവിടുന്ന് സൗദി അറേബ്യക്ക് ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇടയ്ക്കുള്ള വഴി നമ്മൾ അറിയണുണ്ടോ? ഇല്ല. ഇവിടുന്ന് കയറി സൗദിയിൽ ഇറങ്ങി എന്ന് പറയണെങ്കിൽ ഇന്നൊരു ആന വഴിയടിച്ച് പോകുന്ന എത്ര ആനക്കാരുണ്ട്? ലോറിക്കാണല്ലോ മുഴുവൻ. ലോറിയല്ലേ? ലോറിയിൽ ചെന്ന് അമ്പലപ്പറമ്പിൽ ചെന്ന് ആന അവനുമായിട്ടൊരു ബന്ധമുണ്ടോ? ഇല്ല. അതായത് ഇവർ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ സമയം കുറഞ്ഞു, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നേ. ഇല്ല. ഒരു ആന ഇപ്പം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
തടിവേലിയും ഞാൻ പറഞ്ഞില്ല, തടിവേലി ആകുമ്പോൾ ആനയായിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുകയാണ്, നിരന്തരം അവനുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അതേപോലെ ആന വഴിയടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടത്തേക്ക് പറയുന്ന വഴിയടി. ഒരാന നമ്മളൊരു മിനിമം നടക്കുകയാണെങ്കിൽ, ഒരു കാൽ നീളം കുറവില്ലെങ്കിൽ ഒരു ഇടത്തര ആന മിനിമം നമ്മൾ നടക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 4.5 കിലോമീറ്റർ നടക്കാം. നമ്മളൊരു മിനിമം ഈ 5 കിലോമീറ്റർ നമ്മളൊരു ആനയും കൊണ്ട് നടക്കുമ്പം കുറഞ്ഞതൊരു 2000 പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് കയറിപ്പോനെ ഇങ്ങോട്ട് നടയാനെന്ന് നമ്മുടെ ഒരു ആവർത്തനം ഉണ്ടാവും. അതേപോലെ ആനയോട് ഇന്ന് 2 എണ്ണം തന്നാലുണ്ടല്ലോ കയറി ചിലപ്പോൾ ഒരു ചെറിയ അടിയൊക്കെ വെച്ചും കൊടുത്ത്, ഒരു ചെറിയ ഇപ്പോൾ സ്പീഡിൽ പുള്ളി നടന്നു പോണ വഴിക്ക് അപ്പുറത്ത് ഒരു വാഴ നിൽക്കുക സൈഡിൽ അരുതാനയെന്നും പറഞ്ഞ് നമ്മൾ ഒരു ചെറിയ ശിക്ഷയൊക്കെ കൊടുത്ത് അങ്ങനെ ആനയും ഞങ്ങളും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇന്നതില്ല. ഇന്ന് അമ്പലപ്പറമ്പിൽ ചെല്ലുന്നു, ലോറിയിൽ ഇറങ്ങുന്നു, അപ്പോഴത്തേന് ഫാൻസുകാർ വന്നു, ഒന്നെങ്കിൽ ആനയുടെ ഫാൻസുകാർ വന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ പാപ്പന്മാരുടെ ഫാൻസുകാർ വന്നു. പിന്നെ പാപ്പാനും നിലത്തല്ല ഒന്നുമില്ല, ആനയെ തലയൊക്കെട്ട് കെട്ടി അതെങ്ങനെ നിന്ന് എഴുന്നുള്ളൂ. ഈ ആനയ്ക്ക് കണ്ടമാനം ഫാൻസ് ഉണ്ടല്ലേ? ആനയ്ക്ക് ഫാൻസ് അത് അതിൻ്റെയൊക്കെ നശിക്കാനുള്ള കാരണം. ഫാൻസ് എന്താ ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? ഫാൻസ് ഒരു കണക്കിൽ പറഞ്ഞ ഒരുപാട് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ട് സാറ്. അതായത് ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ ഞാൻ ഇന്നത്തെ ഒരു പരിപാടിയും കഴിഞ്ഞ് 2-3 ദിവസത്തെ പരിപാടിയും കഴിഞ്ഞ് ആനയും കൊണ്ട് അമ്പലപ്പറമ്പിൽ ചെല്ലുക. ഈ ആനയുടെ ഫാൻസുകാർ ഒരു 10 മിനിറ്റ് നേരത്തെ ഒരു 8 മണിക്ക് അവിടുത്തെ പരിപാടി തീർന്നു. എനിക്ക് ആനയൊന്ന് പിടിച്ച് കിടത്തി ഉറക്കണം. ഈ ഫാൻസുകാരെ ശല്യം കൊണ്ടാ നടക്കൂല. ഇവരെന്താ പരിപാടി? പിന്നെ ഫോട്ടോ എടുക്കലായി അതായി ഇതായി. പിന്നെ ഇതിന്റെ ഇത് എന്തിനു പറഞ്ഞ ആന എങ്ങനെ ചെയ്യണമെന്ന് പിന്നെ ഇവരാന്ന് തീരുമാനിക്കണേ. ഇവരത് തീരുമാനിക്കണേ. ഇനിയിപ്പം ഏതെങ്കിലും ഒരു ആനക്കാരൻ അവരുടെ അടുത്ത് അവരാ ചെയ്യുന്ന പ്രവർത്തിക്ക് മോശമായിട്ട് പറയുകയോ ഇല്ലെങ്കിൽ അതിനെ എതിർക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ഇവരുടെ പരിപാടി തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ആനക്കാരനെ കുറിച്ച് ഇല്ലാത്തതെല്ലാം എഴുതുക. ഈ ആനക്കാരന്മാർക്കും ഇല്ലേ ഫാൻസ്? ആനക്കാരന്മാർക്കും ഉണ്ട്. നമുക്ക് എത്ര എവിടെയൊക്കെയാണ് ഫാൻസ് ഉള്ളത്? അതിപ്പോ എനിക്കങ്ങനെ വലിയ ഫാൻസ് ഇല്ല. കാരണം ഞാൻ ഇവന്മാരധികം പ്രോത്സാഹിപ്പിക്കാറില്ല. നമ്മളെവിടെയെങ്കിലും പോയി ഒതുങ്ങിക്കൂടി നിൽക്കും. ഈ ഉത്സവപ്പറമ്പിൽ ആനയും ആനക്കാരനും ഹീറോ ആകുന്ന ഏത് സാഹചര്യത്തിലാണ്? ഹീറോ ആവുന്ന ഏത് സാഹചര്യത്തിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജീവിനെ നമ്മൾ സ്വസ്ഥത കൊടുക്കൂലാത്ത സമയത്ത്, ആ ജീവിക്ക് നമ്മൾ സ്വസ്ഥത കൊടുക്കൂലാത്തത്, ആനക്കാരൻ സ്വസ്ഥത കൊടുക്കൂലാത്ത സമയത്താണ്. കാരണം എന്നാ പറയാം, അമ്പലപ്പറമ്പിൽ തലപൊക്കിപ്പിടുത്തോണ്ടല്ലോ, അതിനെ പൊക്കിപ്പിടിക്കാൻ കുത്തുവൊക്കെ ചെയ്യല്ലേ ഇപ്പൊ അന്നേരത്തെ ഇതല്ലേ. അപ്പം മറ്റേ ആനക്കാലം തലപൊക്കി പിടിക്കുമ്പോൾ ആ പാപ്പാൻ കൊള്ളാം. അപ്പൊ അതിന് ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ സ്വസ്ഥത കൊടുക്കണ്ടോ? ആ മിണ്ടാപ്രാണീനെ അതിനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻസാറുണ്ടാവണേ. ഒരേപോലെ നമ്മൾ രണ്ടുപേരും നിൽക്കുക. സാറിന് എന്തെങ്കിലും ഒരു അസ്വസ്ഥത കൊണ്ടാവാം ഒരല്പം താന്നു പോയി എന്ന് പോകും. അത് അസ്വസ്ഥത കൊണ്ടാന്ന് ആനക്കാരനറിയാം. അപ്പം അവനത് അനങ്ങാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാൻസുകാർ സമ്മതിക്കില്ല. അതെ. അതേപോലെ തന്നെ ഇതിന്റെ മുതലാളിമാർ കുറച്ച്, എല്ലാവരും നല്ലതായിട്ട് പറയുന്നത്, കുറച്ച് മുതലാളിമാരുണ്ട് ഈ ആനയെ എന്താ പറയാ ഷോൾട്ടർ വെട്ടുന്ന കണക്ക് വെട്ടുന്നത്. ഷോൾട്ടർ റബ്ബറേ കിട്ടണ പോരട്ടെ. ഏതെങ്കിലും ഒരിടത്ത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോ ഒരു ശകലം തല താന്ന് പോയിട്ടുണ്ടെങ്കിൽ ആനയുടെ മാർക്കറ്റ് ഇടിഞ്ഞു പോകും. അന്നേരം മറ്റേ ആന മാർക്കറ്റ് കയറി വരുമല്ലോ. അന്നേരം ഇതിനെ ഷോൾട്ടർ വെട്ടുന്ന കുറച്ച് മുതലാളിമാരും ഉണ്ട്. ഈ ആനയെ ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത് വളരെ കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ ടാർ റോഡിൽ കൂടെ നടത്തിക്കൊണ്ട് പോകുന്നത് അതിനേക്കാൾ ആനയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ടാർ റോഡിൽ കൂടെ നടത്തിക്കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സാറേ അങ്ങനെ പഴയ കാലം ഈ കാലഘട്ടത്തിലൊരു മാറ്റം എന്നാന്ന് പറയട്ടെ സാറേ. പഴയ കാലത്ത് ഒരാന ഏറ്റവും നന്നായിട്ട് നടന്ന് പരിപാടി എടുക്കുന്ന ഒരു ആന ഒരു 50 പൂരം എടുക്കും. 50 പൂരം. അതായത് ഇപ്പൊ ഈ മരങ്ങാട്ടുപള്ളിയിൽ ഒരു പൂരമുണ്ട്, അവിടെ ഒരു 3 ആനയുണ്ട്. ആ 3 ആന ഇവിടുത്തെ പൂരം കഴിഞ്ഞു. നാളെ അതിന് ഉഴവൂര പൂരം. ആ 3 ആനയും കൂടെ ഇവിടുത്തെ പൂരം കഴിഞ്ഞ് ഒരുമിച്ച് കൂട്ടുകൂടി അവരെ ഉഴവൂരി വന്നു. അവിടുത്തെ പൂരം കഴിഞ്ഞു. പിറ്റേ ദിവസം ചിലപ്പോൾ കൂത്താട്ടോളത്തായിരിക്കും. അവിടുന്ന് അത് കൂത്താട്ടോളത്തിന് പോയി. അങ്ങനെ നടന്നെടുക്കുക. ആ നടന്നെടുക്കുമ്പോൾ ഒരു 50 പൂരത്തിൽ കൂടുതൽ അത്ര നടന്നെടുക്കുന്നതാണ്. അത് ആദ്യം മുതൽ കർക്കിടക മാസത്തിൽ നീരി കെട്ടി ആദ്യം മുതൽ നീരിന്ന് അഴിച്ച് എടുക്കുന്ന പൂരമാണെങ്കിൽ ഈ ഒരു 50 പൂരമാണ് ഒരു ആനയ്ക്ക് കിട്ടുള്ളൂ. ഇന്ന് ആ സ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ ഒരു ആനയ്ക്ക്, ഏറ്റവും കുറഞ്ഞതാട്ടോ പറയണേ, ഏറ്റവും കുറഞ്ഞത് ഒരു ആനയ്ക്ക് 100 പൂരത്തിലേക്ക് എത്തി. ഈ ഒരു പൂരം അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് ഇതിന്റെ ഒരു ശരാശരി ഫീസ് എങ്ങനെയാ? അത് ഞാനിവിടെ പറയില്ല സാറേ. അല്ല, അത് രഹസ്യമായ കണക്കാണോ? നമുക്കത് പറയാൻ പറ്റില്ല. അല്ലാതെ ഞാൻ ചോദിക്കുന്നത് ഉത്സവ കമ്മിറ്റിക്കാർക്കൊക്കെ അറിയുന്ന കണക്കാണ്. അത് ഉത്സവ കമ്മിറ്റിക്ക് അറിയാം, പക്ഷെ ഞാനത് പറയുന്നത് ശരിയല്ല. അതായത് 10,000 മുതൽ ദിവസത്തിനാണോ? ദിവസത്തിന് 10,000 മുതൽ
ലക്ഷങ്ങൾ വരെ. അത് ആനയെ ആശ്രയിച്ചാണോ? അത് ആനയെ ആശ്രയിച്ച് ഒരു ദിവസം തന്നെ പല കമ്മിറ്റിക്കും കൊടുത്ത് പല ലക്ഷങ്ങൾ മേടിക്കുന്ന ആനയുണ്ട്. സാറിന് പറഞ്ഞ അത് ഞാൻ പറഞ്ഞ ഷോർട്ടർ വെട്ടുന്ന റബ്ബർ എന്ന് പറഞ്ഞത്. അതായത് ഇപ്പം രാവിലത്തെ ശീവേലി ഒരു അമ്പലത്തിൽ എഴുന്നള്ളിച്ചു, ഉച്ചയ്ക്കത്തെ കാഴ്ച ശീവേലി വേറൊരു അമ്പലത്തിൽ എഴുന്നള്ളിച്ചു, രാത്രിത്തെ വിളക്ക് വേറൊരു അമ്പലത്തിൽ എഴുന്നള്ളിച്ചു. അപ്പോൾ ഒരു ദിവസം എഴുന്നള്ളപ്പോൾ എത്രയായി? 3 പക്ഷെ ചില ഉത്സവങ്ങളിൽ ഒന്നിൽ കൂടുതൽ ദിവസം അവിടെ നിൽക്കേണ്ടി വരില്ലേ? അത് ഒന്നിൽ കൂടുതൽ ദിവസം നിൽക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ചെറിയ പാവപ്പെട്ട ആനകളാണ് സാറേ. ആണല്ലേ? വമ്പന്മാരൊന്നും അതായത് ഇപ്പൊ ഇതില് എന്താ പറയാ, സാധാ ആനകളും ഉണ്ട്, സ്റ്റാർസും ഉണ്ട്, സൂപ്പർ സ്റ്റാർ ആനകളും ഉണ്ട്, മെഗാ സൂപ്പർ സ്റ്റാർ ആനകളും ഉണ്ട്. സാധാ ആനകൾ എന്ന് പറഞ്ഞാൽ അത് ഒരു അമ്പലത്തിൽ നിത്യപരിപാടിയൊക്കെ ആയിട്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ 6 ദിവസം 7 ദിവസമൊക്കെ അതവിടെ നിൽക്കും. ജൂനിയർ ആർട്ടിസ്റ്റുകൾ, അതെ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരവിടെ നിൽക്കും. മറ്റേ അത് കഴിഞ്ഞ് സ്റ്റാർ ആകുമ്പം, സൂപ്പർ സ്റ്റാറുകളാകുമ്പം അവര് തല കാണിച്ചിട്ട് പോകും. അല്ല, അവരൊന്ന് തല കാണിച്ച് ഇന്നിവിടെ ആണെങ്കിൽ നാളെ അടുത്തടുത്താവും. മെഗാസ്റ്റാർ ആകുമ്പം ഒരു ദിവസം 3 അമ്പലത്തിലാവും. അവനൊന്ന് ചെന്ന് സൂപ്പർവൈസർ അവർക്കപ്പം അവരുടെ എത്ര അവരുടെ റൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് ചോദിക്കുന്നതായിരിക്കും. അത് ചോദിക്കുന്നതാണ്, കൊടുക്കാൻ ആൾക്കാരും തയ്യാറാ. ഈ ആന നമ്മളെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായിട്ടില്ലേ? 4 കൊല്ലം പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കൊണ്ട് നടക്കുന്ന ഒരു ആന വഴക്കുണ്ടാക്കി, പൂട്ടിയിട്ടേക്കുന്ന കണ്ടത്തിലാണ് ആന വഴക്കുണ്ടാക്കി നിൽക്കുന്നത്. കുടുക്ക് വടവത്തേലാണോ? വടത്തേല് കാലെ കുടുക്കിടുക. കാലെ കുടുക്കിട്ട് കുടുക്കലാണ് ചാടി. ഈ ആന ഈ കുടുക്ക് വലിച്ചു കഴിഞ്ഞപ്പോ കുടുക്ക് പറഞ്ഞു പോയി. ഇതെന്റെ പുറകെ എത്തി. ഞാനാണ് ഈ ചെളിപൂട്ടിയ കണ്ടല്ലേ, ഓടാനും പറ്റില്ല. ഓടുന്തോറും നമ്മൾ താഴെയല്ലേ, അങ്ങനെ വീണു കഴിഞ്ഞപ്പോഴത്തേനും വന്ന് കൊത്തു തുടങ്ങി. അപ്പൊ നമ്മളെ ബോധം പോയിട്ടില്ലായിരുന്നു. ഈ ആന വരണ്ടോടുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ, ഓടി ഇവൻ പല വഴിക്ക് പോയി കളയില്ലേ? ഞാനും ഉണ്ണിയും ഈ ആനയുടെ ഉടമസ്ഥൻ അജിയും പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ ദീപു എന്ന് പറയും, ഞങ്ങൾ 4 പേരും കൂടെ പോവുക. അവിടെ ചെന്ന് പുനലൂർ ഒരു കൂപ്പിൽ ആന പണിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആനക്കാരനെ ഓടിച്ചാൽ ആന കാട് കയറി പോയേക്ക്. ശരി. ആന കാട് കയറി പോയി. കാട് കയറിയാനൊക്കെ പിന്നെ എങ്ങനെ തിരിച്ചു പിടിക്കുക? കൂത്താട്ടോളംകാരൻ തങ്കപ്പൻ ചേട്ടന് മുക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന ഉണ്ടായിരുന്നു. ഗണേശൻ എന്നായിരുന്നു ആനയുടെ പേര്. അപ്പം ആ ആനയെ നമ്മുടെ ഇവിടെ തൊട്ടടുത്തായ വെളിയന്നൂരുള്ളൊരു ആള് മേടിച്ചു. പിറ്റേ ദിവസം രാവിലെ ആന അഴിച്ചു കഴിഞ്ഞപ്പോൾ ആന ചെറിയൊരു കുറുമ്പ് കാണിച്ചപ്പം പുതിയ മുതലാളിമാർ പഴയ മുതലാളിനെ വിളിച്ച് ഗണേശൻ ഇങ്ങനൊരു കുറുമ്പ് കാണിച്ചു. അപ്പോൾ പുള്ളി ആ ഉള്ളൊരു ആത്മവിശ്വാസത്തിൽ ശകലം പഴവും ബിസ്ക്കറ്റും എല്ലാം മേടിച്ചുകൊണ്ട് ആനയുടെ അടുത്തേക്ക് വന്നതാണ്. അവിടെ ഇട്ട് പുള്ളിയെ കൊന്നാന. കുത്തിക്കൊന്നു. ആനപ്പണിയിൽ അമിതമായ വിശ്വാസം ഒരിക്കലും പാടില്ല. ഒരു ദിവസം രാവിലെ നമ്മൾ മരത്തേന്ന് അഴിക്കുന്ന ആനയെ വൈകുന്നേരം മരത്തേൽ ഭദ്രമായിട്ട് കെട്ടിയാൽ അന്നത്തേക്ക് അവൻ ആനക്കാരൻ.